ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ തായ്ലൻഡ് ഐറ്റിനറി വ്ലോഗ്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 5 ദിവസം തായ്ലൻഡ് അടിച്ച് പൊളിക്കാനുള്ള എങ്ങനെയാന്ന് പറഞ്ഞുതരാം. അതെ, പാക്കേജ് ഒന്നും എടുക്കാതെ കേട്ടോ. ഞങ്ങൾ ഈ കഴിഞ്ഞ മാസം, അതായത് 2024 ജൂലൈയിലാണ് തായ്ലൻഡ് പോയത്. അതും പാക്കേജ് ഇല്ലാതെ ഫുൾ ഐറ്റിനറി ഞങ്ങൾ ഇതിനെ ഉണ്ടാക്കിയിട്ട്. അതെ, അപ്പൊ ഞങ്ങൾ ആ സെയിം ഐറ്റിനറി നിങ്ങൾക്ക് വേണ്ടി ഇവിടെയും ഷെയർ ചെയ്യുന്നതായിരിക്കും. ഐറ്റിനറി മാത്രമല്ല, എയർപോർട്ടിലെത്തി എന്തൊക്കെ ചെയ്യണം, അതുപോലെ തന്നെ ചില യാത്രയിൽ വേണ്ട കുറച്ച് ടിപ്സ് ഒക്കെ ഞങ്ങൾ ഇവിടെ പറയും. അതുകൊണ്ട് ആരും വീഡിയോ മിസ്സാക്കരുത്, അവസാനം വരെ കാണുക. കീപ് നോട്ട്, ആരും വീഡിയോ മിസ്സാക്കരുത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ്. അത് എപ്പോഴും മിനിമം ഒരു 2-3 മാസം മുമ്പ് ബുക്ക് ചെയ്ത് വെച്ചാൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം കറക്റ്റ് ടൈം ബുക്ക് ചെയ്യുമ്പോൾ നല്ല കാശായിരിക്കും. സെയിം റൂള് തന്നെ ഹോട്ടൽ ബുക്കിങ്ങിന്റെ കാര്യത്തിൽ ആപ്ലിക്കബിൾ ആണ്. ഒരു 2-3 ആഴ്ച മുന്നെങ്കിലും ഹോട്ടൽ ബുക്ക് ചെയ്യാൻ നോക്കുക. അതാകുമ്പോൾ ചീപ്പ് റേറ്റിന് കിട്ടും. തലേദിവസമൊക്കെ ബുക്ക് ചെയ്യാൻ പോയി നല്ല മുടിഞ്ഞ പൈസ ആയിരിക്കും. ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം എപ്പോഴും ഓർമ്മ വെക്കണം, പോകുന്ന റൂട്ട് ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങൾ പോകേണ്ട റൂട്ട് അവിടെയും ഹോട്ടൽ വേറെ എവിടെയാണെങ്കിൽ നല്ല ട്രാവൽ എക്സ്പെൻസ് വരും. അതെ, ഒരു ഓവറോൾ ഐഡിയ ഉള്ളത് നല്ലതാണ്. അതിനനുസരിച്ച് നമുക്ക് ഹോട്ടൽ ബുക്ക് ചെയ്യാം, ഏതൊക്കെ ദിവസം എവിടെയൊക്കെ സ്റ്റേ ചെയ്യണമെന്ന്. കാരണം ചിലപ്പോൾ നമ്മൾ എയർപോർട്ടിൽ ബാങ്കോക്കിൽ അല്ലെങ്കിൽ തായ്ലൻഡിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇമിഗ്രേഷൻ ടീം ചിലപ്പോൾ നമ്മൾ ടൂറിസ്റ്റ് ആയതുകൊണ്ട് നമ്മളോട് ചോദിക്കും എവിടെയാണ് സ്റ്റേ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതൊക്കെ. അപ്പം നമുക്ക് ഈ ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ ഇത് കാണിച്ചു കൊടുത്താൽ മതി. പിന്നെ പറയുവാണെങ്കിൽ വിസ 2024 ഫ്രീ ആണ്. അതുകൊണ്ട് ഒന്നും അറിയേണ്ട ആവശ്യമില്ല, നേരെ ചെന്നാൽ മതി. നവംബർ 2024 വരെ ഫ്രീ ആണ്. അത് കഴിഞ്ഞാൽ വിസ ഓൺ അറൈവലാണ്. നമ്മളവിടെ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വിസ എടുക്കണം. ഇനി ട്രാവൽ ഇൻഷുറൻസ് ആക്ച്വലി മാൻഡേറ്ററി ഒന്നുമല്ല, പക്ഷെ എടുത്തു വെക്കുന്നതാണ് നല്ലത്. ഇൻ കേസ് എന്തെങ്കിലും മെഡിക്കൽ എമർജൻസിയോ ലഗേജ് മിസ്സിംഗ് ഒക്കെ വന്നാൽ അത് ഉപകരിക്കും. ഇനി അടുത്ത പ്രധാന കാര്യം, മണി. ദുട്ട് ഒരു ഇന്റർനാഷണൽ ട്രാവൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ കാശ് വേണമെന്ന് അറിയാലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫോറസ്റ്റ് കാർഡ് എപ്പോഴും എടുത്ത് വെച്ചോ. ഞങ്ങളെടുത്തത് ആക്സിസ് ബാങ്കിനെയാണ്. ആക്സിസ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട, ഒരു നമ്മുടെ പാസ്പോർട്ടും പാൻ കാർഡോട് നേരെ ബാങ്കിൽ ചെല്ലുക. സ്പോട്ടിൽ അവർ നമ്മുടെ കാശ് അതിനകത്ത് ചാർജ് ചെയ്തിട്ട് കടപ്പം തന്നെ തരും. അതാകുമ്പോൾ ഭയങ്കര ഫാസ്റ്റാണ്, വേഗം കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് എപ്പോഴേലും കാശ് എടുത്ത് ലോഡും ചെയ്യാം ആക്സിസ് ബാങ്കിൻ്റെ ആപ്പിൽ കൂടെ. പിന്നെ ഒരു 10,000 തായ്ബാത്ത് മിനിമം കയ്യിൽ എപ്പോഴുള്ള നല്ല കേട്ടോ, ഐ മീൻ ലിക്വിഡ് മണി ആയിട്ട്. അതാണ് ഏറ്റവും സേഫ്. കാരണം അവിടുത്തെ ലോക്കലൊന്നും ആരും കാർഡ് എടുക്കില്ല. അപ്പോൾ കാശ് എപ്പോഴും കയ്യിലുള്ളത് നന്നായിരിക്കും. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഫോറസ്റ്റ് കാർഡ് ഇട്ട് കാശ് വിഡ്രോ ചെയ്യേണ്ടി വരും. അപ്പോൾ എക്സ്ട്രാ ചാർജ് വരും കേട്ടോ. ഈ കാശ് വിഡ്രോവലിന് എക്സ്ട്രാ ഒരു 220 രൂപ വരും. അത് എക്സ്ട്രാ നമ്മൾ കാർഡിൽ നിന്ന് കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ സുവർണഭൂമി എയർപോർട്ടിലേക്കാണ് എത്തിയത്. സുവർണഭൂമി എയർപോർട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത്, അതായത് ഇമിഗ്രേഷൻ പരിപാടികൾ, പാസ്പോർട്ട് സീലൊക്കെ വെച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ സിം എടുക്കാൻ പോയി. കാരണം നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ കുറേ സിമ്മിൻ്റെ ഷോപ്പുകൾ കാണും. നമ്മൾ 2 പേർക്കും ഓരോ സിം എടുത്തു കേട്ടോ. ഒരു 1 വീക്കിന് 15 GB ഉള്ള ഒരു പ്ലാനാണ് നമ്മളെടുത്തത്. അതിന് ഏതാണ്ട് ഒരെണ്ണത്തിന് 250 തായ്ബാത്ത് അങ്ങാണ്ടായി. ആക്ച്വലി നിങ്ങൾ ഒരുമിച്ചാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരാൾ സിം എടുത്താലും മതി, അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. കാരണം എല്ലാ ഹോട്ടലിലും ഫ്രീ വൈഫൈ ഉണ്ടാവും. അതെ, അപ്പം പക്ഷെ ഞങ്ങൾ 2 സിം എടുത്തു. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഡാറ്റ എക്സോസ്റ്റ് ആയോ എന്നൊന്ന് വിചാരിച്ചിട്ടത്. പക്ഷെ അതിൻ്റെ ആവശ്യം വന്നില്ല. 1 വീക്കിനും 15 GB ഒക്കെ ധാരാളമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആക്ച്വലി 3 ഡേ പട്ടായ 3 ഡേ ബാങ്കോക്കാണ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് നേരെ എയർപോർട്ടിൽ ഇറങ്ങി, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട്, ഐ മീൻ വിസ ഫ്രീ ആയതുകൊണ്ടും പേന്ന് കിട്ടിയതുകൊണ്ടും പിന്നെ നേരെ ഞങ്ങൾ വെച്ച് പിടിച്ചു. ഞങ്ങൾ ആക്ച്വലി നേരെ പോയത് ഈ കാണുന്ന ബസ് സ്റ്റോപ്പിലേക്കാണ്. ബസ് സ്റ്റോപ്പ് എന്നല്ല, എയർപോർട്ടിൻ്റെ അകത്ത് തന്നെയുള്ളൊരു ബസ് സ്റ്റേഷനാണത്. അവിടെ നിന്ന് പട്ടായക്ക് ബസ് ഉണ്ട്. അതെ, ഫസ്റ്റ് ഫ്ലോറിലാണ് ഇതുള്ളത്. അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പട്ടായക്ക് ബസ് സർവീസ് ഉണ്ട്. 1 മണിക്കൂർ ഗ്യാപ്പിട്ട് എപ്പോഴും ബസ് പോകും അങ്ങോട്ട്. അവിടെ ബസ്സിന് ചാർജ് എന്ന് പറയുന്നത് 145 തായ്ബാത്താണ് പെർ പേഴ്സൺ. നമ്മൾ ടാക്സി ഒക്കെ വിളിച്ച് പോകണമെങ്കിൽ ഏതാണ്ട് 2,500 തായ്ബാത്തോളം ആവും. ഞങ്ങൾ ആക്ച്വലി നേരം വൈകിയതുകൊണ്ടും ഇനി ചെക്ക് ഇൻ ടൈം വാങ്ങാൻ ലേറ്റ് ആയാൽ കഴിഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ റിസ്ക് എടുക്കാൻ നിന്നില്ല. ഞങ്ങൾ ബസ് പിടിക്കാതെ നേരെ ടാക്സി വിളിച്ചാണ് പോയത്. അതും എയർപോർട്ട് ടാക്സി. നമുക്കവിടെ ഓപ്ഷൻ ഉണ്ട്, ഗ്രാബും ഈ ബോൾട്ടും ഉണ്ട്. പക്ഷെ ഞങ്ങൾ അത്ര സമയം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ എയർപോർട്ട് ടാക്സി എടുത്ത് പോയി. അതെ, ഗ്രാബും ബോൾട്ടുമാണ് നമ്മുടെ ഇവിടെ ഊബറിനെ പോലെയുള്ള ക്യാബ് ബുക്കിംഗ് ആപ്പുകൾ. നമുക്ക് രണ്ടും കമ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാൻ. എപ്പോഴും എവിടെ പോവുകയാണെങ്കിലും ഏതിലാണ് പൈസ കുറവെന്ന് വെച്ചാൽ, ചീപ്പെന്ന് വെച്ചാൽ അത് ബുക്ക് ചെയ്ത് നിങ്ങൾ പോവാം. ഞങ്ങൾ ടാക്സി വിളിച്ച് പോയി. അതുകൊണ്ട് തന്നെ ടാക്സിക്ക് നല്ല കത്തി വില ആയതുകൊണ്ട് തന്നെ എപ്പോഴും ബസ് എടുക്കുന്നതാണ് ബുദ്ധി. പട്ടായയിലുള്ള ഹോട്ടൽ ഹണീനിലാണ് ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തത്. അവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. എപ്പോഴും ബുക്ക് ചെയ്യുമ്പോൾ അത് നോക്കി ബുക്ക് ചെയ്താൽ കുറച്ച് കാശ് അവിടെ ലാഭിക്കാം.
പിന്നെ ഹോട്ടൽ ഹണിയിൽ നിന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലങ്ങളിലേക്കൊക്കെ വാക്കബിൾ ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രാവൽ ചാർജ് നന്നായിട്ട് ലാഭിക്കാൻ പറ്റി. അപ്പം നമ്മുടെ ഫസ്റ്റും സെക്കൻഡും ഡെസ്റ്റിനേഷൻസ് വളരെ അടുത്താണ്. ഇത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, നേരെ ഓപ്പോസിറ്റ് ടൈഗർ പാർക്ക്. ഞങ്ങൾ രണ്ടിടത്തും പോയി. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞങ്ങളുടെ ചാനലിലുണ്ട്. അത് കണ്ടാൽ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും ഇൻഫർമേഷൻ മൊത്തം. അതെ, പട്ടായ വ്ളോഗിലുണ്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെയും ടൈഗർ പാർക്കിലെയും ടിക്കറ്റ് ഡീറ്റെയിൽസും അതുപോലെ അവിടുത്തെ എക്സ്പീരിയൻസും ഞങ്ങൾ ആ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ രണ്ട് സ്പോട്ടും ഒരേ റൂട്ടിലായതുകൊണ്ട് നിങ്ങൾക്ക് വേറെ സമയം അധികം കൂടുതലൊന്നും എടുക്കില്ല, ഒറ്റയടിക്ക് അത് കവർ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഒരു ടിപ്പ് തരാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് ഷോ ബുക്ക് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ എവിടെ എൻട്രി ടിക്കറ്റ് എടുക്കുകയാണെങ്കിലും ഒരു ആപ്പ് ഉണ്ട്, ക്ലൂക്ക് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പിലും കൂടെ പൈസ കമ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ എടുക്കാനായിട്ട്. കാരണം നിങ്ങൾ ഡയറക്റ്റ് ചെന്ന് ടിക്കറ്റ് എടുക്കുന്നതിനേക്കാളും ചിലപ്പോൾ ഭയങ്കര ലാഭത്തിൽ ഈ ക്ലൂക്ക് എന്ന് പറഞ്ഞ ആപ്പിൽ കൂടെ നമുക്ക് ടിക്കറ്റ് കിട്ടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ അവിടെ നേരെ പോയത് ബിഗ് ബുദ്ധ ടെമ്പിൾ. അതൊരു ഭയങ്കര പീസ്ഫുൾ ഏരിയ ആണ്. അപ്പോൾ അത് ഭയങ്കര ശാന്തമായ ഏരിയ. കുറച്ച് ആൾക്കാരുണ്ടാകും, പക്ഷെ അത് ആരും അങ്ങനെ അധികം ശബ്ദിക്കാൻ നിൽക്കുന്നില്ല. അത് ബുദ്ധൻ ടെമ്പിൾ ആയിട്ടാന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ സൈഡിലായിട്ടൊരു സൂപ്പർ വ്യൂ പോയിന്റ് ഉണ്ട്. പട്ടായ മൊത്തം കാണാൻ പറ്റും അവിടെ ചെന്ന് കഴിഞ്ഞാൽ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അവിടെ ഫ്രീ ഫുഡും ഫ്രീ ഡ്രിങ്കും കിട്ടും ഇറങ്ങുമ്പോൾ. അത് തായ്ലൻഡ് സ്പെഷ്യൽ ഫുഡാണ്. എല്ലാവർക്കും അത്ര ഇഷ്ടാവുന്നൊന്നും അറിയില്ല, പക്ഷെ എന്നാലും നല്ലൊരു സ്പൈസി ഫുഡ്. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡ്രസ്സ് ശ്രദ്ധിക്കണം. അതായത് നെക്കും ലെഗും ഒക്കെ കവർ ചെയ്യുന്ന ഡ്രസ്സ് വേണം അവിടെ ഇടാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ പട്ടായ വ്ളോഗ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാനൊരു ഷോളൊക്കെ കവർ ചെയ്തിട്ടാണ് അവിടെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത്. അതില്ലാണ്ട് എന്നാലും കയറാൻ പറ്റും. അവിടെ തൊട്ടപ്പുറം തന്നെ നിങ്ങൾക്ക് അത് മേടിച്ചിടാൻ പറ്റും. വാടക കേട്ടോ, മേടിക്കാനല്ല, വാടകയ്ക്ക് കിട്ടും. മേടിക്കാനും വാടകയ്ക്കും കിട്ടും, രണ്ടും ഉണ്ട്. പക്ഷെ ഷോളോ എന്തെങ്കിലും കയ്യിൽ കരുതാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ബിഗ് ബുദ്ധ ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് ഒന്ന് പോയി, ഒന്ന് ചെറുതായിട്ട് ഫ്രഷപ്പ് ആയിട്ട് നമ്മൾ അൽക്കസർ ഷോ കാണാൻ പോയി. അൽക്കസർ ഷോ തായ്ലൻഡിലെ ഒരു മെയിൻ ഇവൻ്റ് ആണ്. അവിടുത്തെ ഷോ ടൈം എന്ന് പറഞ്ഞാൽ 5, 6:30, 8, 9:30 അതെ, അവിടെ 3 ടൈപ്പ് ടിക്കറ്റ് ഉണ്ട്. അതായത് പ്രൈസ് നമ്മളെടുത്തത് 800 തായ്ബാത്തിൻ്റെ ഒരു ടിക്കറ്റാണ്. പിന്നെ VIP സീറ്റിന് 1000 തായ്ബാത്ത്, ഡീലക്സിന് 1200 തായ്ബാത്ത്, അങ്ങനെ 3 ടൈപ്പ് ടിക്കറ്റ് ഉണ്ട്. ഞങ്ങൾ 6:30 അൽക്കസർ ഷോ കാണാനാണ് കയറിയത്. 1 hour, ഏതാണ്ട് 1 hour എടുക്കും അത് കഴിയാൻ. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തൊട്ട് ഓപ്പോസിറ്റ് ഒരു റൺവേ സ്ട്രീറ്റ് ഉണ്ട്. അവിടെ സ്ട്രീറ്റ് ഫുഡും അതുപോലെ തന്നെ ഞങ്ങൾ പാമ്പിനെയൊക്കെ ഇട്ട വീഡിയോ നിങ്ങൾക്ക് ഞങ്ങളുടെ പട്ടായ വ്ളോഗിൽ കാണാൻ പറ്റും. അതെ, ആ സ്ട്രീറ്റ് ഓപ്പൺ ആവുന്നത് രാത്രിയാണ്, ആ ഒരു 7:00 കൂടിയാണ്. അപ്പോൾ ഞങ്ങളുടെ ടൈമിംഗ് നല്ലതായിരുന്നു. 6:30 ഷോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ നേരെ റൺവേ സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയി. അപ്പോൾ അൽക്കസർ ഷോയും അതുപോലെ തന്നെ റൺവേ സ്ട്രീറ്റും ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ വീണ്ടും ഹോട്ടലിലേക്ക് തിരിച്ചടക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കുറേ സ്ട്രീറ്റൊക്കെ വീണ്ടും കാണാൻ പറ്റും. ഇങ്ങനെ പട്ടായ നൈറ്റ് ലൈഫ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഇതുപോലെയുള്ള സ്ട്രീറ്റുകളിലാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ചുമ്മാ നടന്ന് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഏതെങ്കിലും സ്ട്രീറ്റൊക്കെ കണ്ടാൽ പോയി നോക്കുക, അടിപൊളി വൈബായിരിക്കും, കാണാനും നല്ലതായിരിക്കും. നമ്മുടെ ഡേ 2 നമ്മൾ നേരെ പോയത് സാഞ്ചുറി ഓഫ് ട്രൂത്ത്. കണ്ട ഒരു ബാഹുബലി സെറ്റപ്പുള്ള അമ്പലം തോന്നുമെങ്കിലും അത് അമ്പലമല്ല, മ്യൂസിയം ആട്ടോ. അവിടെ ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഹെൽമെറ്റൊക്കെ തരും അകത്ത് കയറണമെങ്കിൽ. കാരണം അകത്ത് ഫുൾ പണി നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴടുത്ത് ഫുൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അവർ കടലിൽ കൂടെ തന്നെ വുഡ് കൊണ്ടുവരും, അവഴി കയറ്റി കൈകൊണ്ട് തന്നെ എല്ലാം കൊത്തി ഉണ്ടാക്കുന്ന ഒരു വലിയ മ്യൂസിയം. ഇഷ്ടംപോലെ ഫോട്ടോസ്പോട്ട് ഉണ്ട്. ഓരോ മൂലയിലും അവിടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ടാവും, ഇവിടെ നിന്ന് ഫോട്ടോ എടുത്താൽ സൂപ്പർ കിട്ടുമെന്ന്. അതെ, ഏതാണ്ട് 500 തായ്ബാത്തായിരുന്നു ഞങ്ങളുടെ ടിക്കറ്റിന് അവിടെ എൻട്രി. പിന്നെ കുതിര സഫാരി, അതുപോലെ എലിഫൻറ്റ് സഫാരി, അതുപോലെ അവരെ ഫീഡ് ചെയ്യാനൊക്കെ വേണമെങ്കിൽ അതിനുള്ള ചാർജ് വേറെ ഉണ്ട്, അതിനുള്ള ടിക്കറ്റ് വേറെ എടുക്കണം. നമ്മുടെ ഈ ടിക്കറ്റിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗൈഡിനെയും കൂടെ കിട്ടും. അവർ നമുക്ക് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗൈഡ് മാത്രമല്ല, തായ് സ്പീക്കിംഗ്, വേറെ ഭാഷ സംസാരിക്കുന്ന ഗൈഡും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓപ്റ്റ് ചെയ്യാം. അന്ന് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങിയത് ഓൾമോസ്റ്റ് വൈകുന്നേരമായി. പിന്നെ ഞങ്ങൾ നേരെ പോയത് ദ മോസ്റ്റ് ഹൈപ്പ് ചെയ്ത സ്ഥലം, ദ പട്ടായ വാക്കിംഗ് സ്ട്രീറ്റ്. ചെന്നിട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല, പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നമ്മളത്ര ഹൈപ്പ് ചെയ്ത് അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ജിൽജിലുണ്ടായിരുന്നു, പക്ഷെ ഒരു ഹൈപ്പിന് അത്രയും നമുക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ അതിനൊക്കെ നന്നായിട്ട് നമുക്ക് മുമ്പത്തെ സ്ട്രീറ്റിലേക്ക് ഇഷ്ടപ്പെട്ടത്. വേറെ സ്ട്രീറ്റ് നല്ല അടിപൊളി സ്ട്രീറ്റ് ഉണ്ട്, വാക്കിംഗ് സ്ട്രീറ്റിനേക്കാളും നന്നായിട്ട് തോന്നി. അതൊക്കെ അത് നല്ല ജിൽജിൽ വൈബായിരുന്നു. അങ്ങനെ ഡേ 3
ഡേ 3 നമ്മൾ ഹോട്ടൽ ഹണീനിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പാക്കൊക്കെ ചെയ്ത് ചെക്കൗട്ട് ചെയ്തു. ഒരു 12 മണിയോടെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. നേരെ ഞങ്ങൾ പട്ടായ നോർത്ത് ബസ് ടെർമിനലിലോട്ട് പോയി. ഒരു ഗ്രാബ് വിളിച്ചാൽ പോയത്. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് എപ്പോഴെപ്പോഴും ബസ് ബാങ്കോക്കിലേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ മോച്ചിറ്റിലോട്ട് ടിക്കറ്റ് എടുത്തു. മോച്ചിറ്റ് എത്തി വീണ്ടും അവിടെ നിന്ന് ഒരു ഗ്രാബ് വിളിച്ച് ഞങ്ങൾ ഹോട്ടലിലേക്ക് എത്തി. ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തത് കോസൻ റോഡിലുള്ള കോസൻ പാലസിലായിരുന്നു. കോസൻ പാലസിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു 500 തായ്ബാത്ത് എക്സ്ട്രാ നിങ്ങളുടെ നിന്ന് മേടിക്കും. നിങ്ങൾ ബുക്ക് ചെയ്തതിനേക്കാളും ഒരു 500 തായ്ബാത്ത് എക്സ്ട്രാ മേടിക്കും. അത് ഈ കോഷൻ ഡെപ്പോസിറ്റ് പോലെ എന്തെങ്കിലും സാധനം ഡാമേജ് ഒക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ കാശ് അവർ തിരിച്ചു തരില്ല. പിന്നെ എന്താ വേറെ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ അവിടെ തന്നെ കോസൻ പാലസ് അല്ലാതെ തന്നെ ആ സ്ട്രീറ്റിലുണ്ടായിരുന്ന വേറൊരു ഹോട്ടലായിരുന്നു D&D ഇൻ. അവിടെയും അത്യാവശ്യം നല്ല ഹോട്ടലാണ്. പക്ഷേ ഞങ്ങൾ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴേക്കും അത് ഫില്ലായി. അതുകൊണ്ടാണ് ഞങ്ങൾ കോസൻ പാലസ് ബുക്ക് ചെയ്തത്. രണ്ടും ഹോട്ടൽ അടുത്തടുത്താണ്. രണ്ടും നേരെ ഇറങ്ങി ചെല്ലുന്നത് ഒരു സ്ട്രീറ്റിലേക്കാണ്. ആ സ്ട്രീറ്റാണെങ്കിൽ രാത്രിയാകുമ്പോൾ ആക്റ്റീവ് ആവും. രാത്രി ഫുൾ ഓൺ ആയ സ്ട്രീറ്റാണത്. അതായത് നിങ്ങൾ റൂമിൽ കൊണ്ട് ബാഗ് വെച്ചിട്ട് നേരെ താഴേക്കാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്ട്രീറ്റ് മൊത്തം കാണാനുള്ളത്. മൊത്തം ഹൈപ്പ് ഒരു സ്ട്രീറ്റാണത്. രാത്രി മൊത്തം അന്നത്തെ രാത്രി മൊത്തം ഞങ്ങൾ ആ സ്ട്രീറ്റിൽ കൂടെ നടന്ന് എക്സ്പ്ലോർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നടന്നു. ഡേ 4 മൊത്തം സ്പെൻഡ് ചെയ്യാൻ ഒരു സ്ഥലമുണ്ട്, സഫാരി വേൾഡ്. അതായത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ടിക്കറ്റ് കൗണ്ടർ കാണാം, ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 1500 രൂപയ്ക്ക് നിങ്ങൾക്ക് മറൈൻ വേൾഡും സഫാരി വേൾഡും കവർ ചെയ്യുന്ന ടിക്കറ്റ് കിട്ടും. പ്ലസ് ഒരു 100 രൂപയുടെ ബെസ്റ്റ് ടിക്കറ്റും കിട്ടും. അത് എടുത്തേ പറ്റൂ. കാരണം ബെസ്റ്റാണ് അവർ സഫാരി വേൾഡ് മൊത്തമായിട്ട് നമ്മൾ കാണിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങിയിട്ട് ചുമ്മാ നടന്ന് എക്സ്പ്ലോർ ചെയ്യാം. പ്ലസ് അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ഷോ ഉണ്ട്. ഷോ ഏതൊക്കെയാണ് അവിടെ ഒരു മാപ്പ് തരും. ആ മാപ്പിനകത്ത് കറക്റ്റ് ഡേറ്റ് ഉണ്ടാവും, ഏതൊക്കെ ഷോ എവിടേക്കാണ്, ഷോയിൻ്റെ ടൈമിംഗ് എന്താണ്. പിന്നെ എപ്പോഴും ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഒരേ ശ്രദ്ധിക്കുക, ക്ലൂക്ക് നോക്കുക, ഇല്ലെങ്കിൽ നല്ല കാശ് പോകും. അതെ, ചിലപ്പോൾ ക്ലൂക്കിൽ നല്ല ഓഫർ വരും ഇവിടേക്ക് സഫാരി വേൾഡിലേക്ക്. അപ്പോൾ ക്ലൂക്കും കൂടെ നോക്കിയിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ. അവിടെ ചെന്ന് ഡയറക്റ്റ് എടുക്കുന്നതിന് മുന്നേ ഒന്ന് ക്ലൂക്ക് ജസ്റ്റ് നോക്കുക. പിന്നെ പറഞ്ഞ പോലെ തന്നെ മാപ്പ് ഉണ്ടാവും. മാപ്പിൽ എവിടേക്കൊക്കെ പോകണമെന്നുണ്ടാവും. അതുപോലെ ഓരോ ഷോ ടൈമും അതിൽ കൊടുത്തിട്ടുണ്ടാവും. ഒറാങ്കുട്ടാൻ ഷോ, എലഫൻറ്റ് ഷോ, ഡോൾഫിൻ ഷോ, അങ്ങനെ കുറേ ഷോ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മെയിൻ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ എലഫൻറ്റ് ഷോയും ഡോൾഫിൻ ഷോയും ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് റോയിലിരിക്കുന്നൊന്നും ഒഴിവാക്കുക. കാരണം അവരിങ്ങനെ വെള്ളമൊക്കെ എടുത്ത് ഒഴിക്കും, അപ്പോൾ നനയാൻ ചാൻസ് ഉണ്ട്. ആൾക്കാരെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യിക്കാൻ വെള്ളമൊക്കെ എടുത്ത് ചീറ്റുമ്പോൾ നമ്മുടെ മൊത്തം വെള്ളം വീഴും. മെയിൻ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു ദിവസം മൊത്തം നടന്നാലും കണ്ടു തീരാത്ത സ്ഥലമാണ് സഫാരി വേൾഡ്. അപ്പോൾ എത്രയും നേരത്തെ പോകാൻ പറ്റുന്നോ അത്രയും നേരത്തെ പോകുന്നതാണ് നല്ലത്. ഒരു ഉച്ചയ്ക്ക് പോയാൽ പകുതി ഷോയും പകുതി സ്ഥലങ്ങളും നമുക്ക് മിസ്സാവും. പിന്നെ അതുപോലെ തന്നെ ഓരോന്നിനും ഒറാങ്കുട്ടാൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനും ജിറാഫിനെ ഫീഡ് ചെയ്യാനൊക്കെ എക്സ്ട്രാ പൈസയാണുള്ളത്. ഡേ 5 ആക്ച്വലി നമ്മൾ മഹാനക്കോൺ സ്കൈ വാക്കാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അവിടെ നോക്കിയപ്പോൾ ക്ലൂക്കിലും ഓഫർ കണ്ടില്ല. നേരിട്ട് ചെന്ന് നോക്കുമ്പോഴായാലും ഭയങ്കര കത്തി പൈസയാണ് അതിൽ കണ്ടത്. അതുകൊണ്ട് ഞങ്ങളത് പതുക്കെ സ്കിപ്പ് ചെയ്തിട്ട് പക്ഷേ അതിനേക്കാളും ഒരു അടിപൊളി ചോയ്സ് ഞങ്ങൾക്ക് കിട്ടി. ഹോട്ടൽ ബേ ഓഫ് സ്കൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് റിവോൾവിംഗ് സ്കൈ പ്ലസ് കോംപ്ലിമെൻ്ററി ബുഫേ ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു 450 തായ്ബാത്തിന് കിട്ടി. അത് പാതി കാശിൽ. റിവോൾവിംഗ് സ്കൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മുകളിലത്തെ എന്തായാലും കറങ്ങിക്കൊണ്ടിരിക്കും. നമുക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് നടന്ന് കഷ്ടപ്പെട്ട് കാണണ്ട, ഫുൾ വ്യൂ കാണാൻ പറ്റും. ഫുൾ ബാങ്കോക്ക് വ്യൂ നിങ്ങൾക്ക് സുഖമായിട്ട് കാണാൻ പറ്റും. പിന്നെ അടിപൊളി ബുഫേ ആയിരുന്നു, രക്ഷയില്ല. പല എല്ലായിടത്തെയും ഫുഡ് ഉണ്ടായിരുന്നു അവിടെ, ഇന്ത്യനും എല്ലാ ഡിഷും ഉണ്ടായിരുന്നു. ഹോട്ടൽ ബേ ഓഫ് സ്കൈ ഉള്ളത് പ്രതുനം നൈറ്റ് മാർക്കറ്റിന്റെ അടുത്ത് തന്നെയാണ്. പ്രതുനം നൈറ്റ് മാർക്കറ്റ് പക്ഷെ രാത്രിയേ ഓപ്പൺ ആവുള്ളൂ. പക്ഷെ ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അത്ര അടിപൊളിയായിട്ട് തോന്നില്ല. അതിനും നല്ലത് MBK സെന്ററും പ്ലാറ്റിനം ഫാഷൻ മാളുമാണ്. നിങ്ങൾ പർച്ചേസ് ഓറിയന്റഡ് ചെല്ലുവാണെങ്കിൽ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ, നിങ്ങൾ കാശുണ്ടെങ്കിൽ നേരെ സിയാമിന്റെ 3 മാളുണ്ട് അവിടെ. സിയാം പാരഗൺ, സിയാം ഡിസ്കവറി, സിയാം സെന്റർ. ഇവിടെ 3 മോസ്റ്റ് പ്രീമിയം, അതായത് നമ്മുടെ ഇവിടുത്തെ പ്രീമിയം മാൾ പോലെ തന്നെ അവിടെ 3 പ്രീമിയം മാളുണ്ട്, അടുപ്പിച്ചാണ്. കുറേ നേരത്തേക്ക് നിങ്ങൾക്ക് അതേ സാധ്യത തന്നെ അടുത്തേക്ക് പോകാൻ പറ്റും. എല്ലാം ഇന്റർനെറ്റഡ് ആണ്. ബ്രാൻഡഡ് സാധനങ്ങളാണ് കൂടുതൽ സിയാമിന്റെ മാളുകളിലുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടുന്നത് MBK സെന്ററിലും പ്ലാറ്റിനം ഫാഷൻ മാളിൽ മെയിനായിട്ട് ക്ലോത്ത്സ് ആണ് നല്ല ഓഫറിനുള്ളത്. പല വെറൈറ്റി നല്ല മോഡൽ ഡ്രസ്സുകളൊക്കെ അവിടെ ഉണ്ടാവും. MBK സെന്ററിൽ എല്ലാം കിട്ടും. മെയിനായിട്ട് ഇലക്ട്രോണിക്സ് ആണെങ്കിലും പക്ഷേ ഒരുവിധം എല്ലാ ആവശ്യത്തിനും സാധനങ്ങൾ MBK സെന്ററിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കട എന്ന് പറയുന്നത് ഷോപ്പ് മോഷി എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്. ഞങ്ങൾ നാട്ടിലേക്ക് വേണ്ട ഒരുവിധം എല്ലാ സാധനങ്ങളും അവിടെ നിന്നാണ് ഷോപ്പ് ചെയ്തത്. നല്ല ഓഫറിൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റി. അപ്പോൾ ആ ഷോപ്പ് ആരും മിസ് ചെയ്യരുത്, MBK സെന്ററിലുള്ളതാണ്. പിന്നെ ത്രൂഔട്ട് 5 ദിവസം ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫുഡ് നിങ്ങൾ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് ഫുഡ് കഴിച്ചതിന് അടിച്ച് കയറ്റാൻ ആ സമയത്ത്
പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചത്തെയും വൈകുന്നേരത്തെ ഫുഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ 7-Eleven നിന്ന് കഴിക്കാം. അത് എല്ലാ ദിവസവും കഴിക്കാൻ ഞങ്ങൾ പറയില്ല, കാരണം അത്ര നല്ല ഫുഡാന്ന് തോന്നിയില്ല. അതായത് പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്, അത് അവർ ചൂടാക്കി തരും. ഒരു വൺ ടൈം കഴിക്കാം, എല്ലാം ഇൻസ്റ്റന്റ് ആണ്. ഓൾറെഡി ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ് ഒരു പ്ലാസ്റ്റിക് ഇതിലായിരിക്കും കവർ ചെയ്തിട്ടായിരിക്കും എടുക്കുക. ആ പ്ലാസ്റ്റിക് അതോ അങ്ങനെ തന്നെ എടുത്ത് ചൂടാക്കി നമുക്ക് തരാം. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചൊവയൊക്കെ നമുക്ക് തോന്നും. എത്ര ചീപ്പാന്ന് തോന്നിയാലും അത്രയ്ക്ക് ഹെൽത്തി ആണെന്ന് നമുക്ക് തോന്നില്ല. പക്ഷേ അതേ റേറ്റിന് തന്നെ നിങ്ങൾക്ക് മെക്ഡിയിലോ KFCയിലോ ഒക്കെ ചെന്നാൽ അതേ റേറ്റിന് തന്നെ നല്ല ഫുഡ് കിട്ടും ചെയ്യും. അതും പോരെങ്കിൽ ഇഷ്ടംപോലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റും ഉണ്ട്, നിങ്ങൾക്ക് ഇന്ത്യൻ ഫുഡും കഴിക്കാം. അപ്പോൾ 7-Eleven അല്ല നല്ല ചീപ്പാന്ന് പറയുന്നവരോട് അങ്ങനെ ഒരു അഭിപ്രായം ഞങ്ങൾക്കില്ല. ചീപ്പ് തന്നെയാണ്, പക്ഷെ അത് അത്ര നല്ല തോന്നിയില്ല. അതെ. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ തായ്ലൻഡ് ഐറ്റിനറി വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ അടുത്തങ്ങാൻ തായ്ലൻഡിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം, ഞങ്ങളെല്ലാം ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.